ദിവസം ദിവസം വരുംതോറും CPM-ന്റെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നശിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അവരുടേതായിട്ടുണ്ടായിരുന്ന യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ സംഘടനാ ശക്തി ഇല്ലാതെ പോകുന്നൊരു അവസ്ഥയിലേക്കാണോ? എന്താണ് പാർട്ടിക്കകത്ത് സംഭവിക്കുന്നത്? സ്ഥാനാർത്ഥികളില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന പലയിടത്തും കൂട്ടയടിയാണ് നടക്കുന്നത്. ഇതൊരു ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണോ? അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യത്തിന് അല്ലെങ്കിൽ അതിന് വഴിവെച്ചത് CPM-ന്റെ കാലാകാലങ്ങളായി നടക്കുന്ന ഈ ഒരു ഏകാധിപത്യ നിലപാടുകൾ കൊണ്ടാണോ? ഇതില് സംഭവിച്ചിരിക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ വിഭാഗീയത പുതുമയല്ല. വിഭാഗീയത ഈ പാർട്ടിക്കകത്ത് ഉള്ളത് തന്നെയാണ്. അത് മറനീക്കി പുറത്തു വരുന്നത് ഇപ്പോഴാണെന്നാണ്. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാനം, അതായത് ഇനിയിപ്പോൾ വിജ്ഞാപനം വരേണ്ടത് മാത്രമേ ഉള്ളൂ, ആ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. CPM എന്ന് പറയുന്ന പാർട്ടി കാലങ്ങളായിട്ട് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെക്കാളും വളരെ ഭംഗിയായി കൃത്യമായി അവരുടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്, സംഘടനയ്ക്കകത്തുള്ള പ്രശ്നം തീരാതെയാണ് ഇവർ ഈ പറയുന്ന രീതിയിൽ ഒരു ഇലക്ഷൻ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത്. അത് ആരുടെ കുഴപ്പമാണ്? സംഘടനയെ നയിക്കുന്ന ആളിന്റെ കുഴപ്പമാണ്. MV ഗോവിന്ദന്റെ ഏറ്റവും വലിയ പാളിച്ചയാണ്. അത് എവിടെ തുടങ്ങുന്നു? കണ്ണൂർ വരെ അതുണ്ട്. കണ്ണൂരുണ്ട്, ആലപ്പുഴയുണ്ട്, പാലക്കാടുണ്ട്, കൊല്ലം കരുനാഗപ്പള്ളിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഈ സംഘടനയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ചതല്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഉമിത്തി ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് ഒരു കനൽ ഇങ്ങനെ കിടന്ന് എരിയുമല്ലോ, ആ എരിയുന്ന കനൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ആളി കത്തുന്ന ഒരു സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. അത് CPM. അപ്പൊ ഇത് ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമല്ല, കാലാകാലങ്ങളായി അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്തുള്ള ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ പൊന്തി വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തി എന്നൊരു രീതി ശ്രദ്ധയിലേക്ക് വന്നു. ഇത് എത്രയോ നാൾ മുമ്പ് മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വന്നു, മാധ്യമങ്ങൾ ഇത് പുറത്ത് അറിയിച്ചു, എന്നിട്ട് ഇത് കണ്ടതായി നടിച്ചില്ല. പുതിയൊരു പാർട്ടി സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വന്നു. പാർട്ടിക്ക് ഈ പറയുന്ന വീണ്ടും ഒരു ടേം കൂടെ ഗോവിന്ദൻ അവസരം കൊടുത്തു. എന്തായി? ഒന്നുമായില്ല. അപ്പൊ ഇത് പാർട്ടിക്ക് തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ തീർത്തും പരാജയം. ഈ പാർട്ടിയെയും അണികളെയും ഒക്കെ ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരെ അല്ലെങ്കിൽ ആ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയല്ലേ വേണ്ടത്, അല്ലാതെ വീണ്ടും ഈ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ എന്താണ്? എന്നാൽ ഇവർക്ക് അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള, ഇപ്പൊ ഗോവിന്ദൻ മാസ്റ്ററോട് തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ പറയുന്ന സമയത്ത് സൂക്ഷിച്ചു പറയണം, അഭിപ്രായങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചു പറയണമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് തന്നെ CPM പാർട്ടിയുടെ ഭാഗത്ത് നിന്നും കൃത്യമായി പാർട്ടിയുടെ സെക്രട്ടറിക്ക് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക. അപ്പോ ഇതിനു മുൻപ് പാർട്ടിക്കകത്ത് നിന്നിട്ടുണ്ടായിരുന്ന പല ആൾക്കാരും ഇത്തരത്തിൽ സംസാരിക്കും. ഈ ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല, പാർട്ടിയെ ബാധിക്കുന്ന. ഇതിനു മുമ്പ് ഗോവിന്ദൻ പല ഇതേപോലെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാതെ വലിയ വലിയ ബ്ലണ്ടറുകൾ ഇതിനു മുമ്പ് പറഞ്ഞു. ഈ അടിയന്തരാവസ്ഥ കാലത്ത് CPM RSSുമായി യോജിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടിയന്തരാവസ്ഥയുടെ വാർഷികം വന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു അടിയന്തരാവസ്ഥ അനുസ്മരണം ചടങ്ങുണ്ടായിരുന്നു. അന്ന് മാതൃഭൂമിയുടെ മാധ്യമപ്രവർത്തകനോട് ഇതേപോലെ വെട്ടിത്തുറന്ന് പറഞ്ഞു RSSുമായി CPM-ന് രഹസ്യബാന്ധവം ഉണ്ടായിരുന്നു. ഈ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു രീതി CPM-ന്റെ ഒരു പ്രധാന പ്രശ്നമായി മാറുന്നു. വെട്ടിത്തുറന്ന് പറയുന്നതല്ല, അവർ ഈ പറയുന്ന പോലെ മൈക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ പറയുന്നത് എന്തെന്ന് ബോധമില്ലാതെ സംസാരിക്കുന്നതാണ്. അതൊരിക്കലും ആ സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ടതല്ല. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നു, അതും തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിൽ. പിന്നെ രണ്ടാമത് പയ്യന്നൂർ ഉണ്ടായിരിക്കുന്ന വിഷയത്തിൽ കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന 50 വർഷത്തിലധികം പാർട്ടി അംഗത്വം, അതിന് ഈ പാർട്ടി അംഗത്വം എന്നൊക്കെ പറയുന്നത് പിന്നെ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നാലും ആ ഒരു പാർട്ടി അംഗത്വം, പാർട്ടിയിൽ നിന്ന് പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. സംഘടനയിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അയാൾക്ക് നൽകുന്ന അനുഭവ സമ്പത്ത് ഭയങ്കരമായിരിക്കും. ആ അനുഭവ സമ്പത്തുള്ള ഒരാളിനെയൊക്കെ നിഷ്കരണം ഒരുമാതിരി താറടിക്കുന്ന പോലെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മൾ കണ്ടത് ഒരു ചെറിയ അതായത് നമ്മളൊരു ഇത് പറയുമല്ലോ, ആ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രം എന്ന് പറയുന്ന പോലെയാണ് ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായും പല രീതിയിലുള്ള അല്ലെങ്കിൽ CPM-ന്റെ നെടുന്തൂണായിരുന്ന പല കാര്യങ്ങളും അവർക്ക് തന്നെ ഒരു സംസാരിച്ചു തീർക്കാൻ കഴിയുന്നില്ല രീതി, അല്ലെങ്കിൽ അകത്ത് പരിഹരിച്ചിരുന്ന ഒരു CPM-ന്റെ ഒരു നിലപാടുകൾ ഉണ്ടായിരുന്നു. ആ നിലപാടുകളൊക്കെ മാറിപ്പോകുന്ന ഒരു രീതി. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു റീലായിരുന്നു പിണറായി മന്ത്രിസഭയെ പറ്റിയിട്ടുള്ള ഒരു അവലോകനം എന്ന് പറയുന്നത്.
വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി, അതേപോലെ യാതൊരുവിധ വിവേകവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയും ആരോഗ്യമില്ലാത്ത ആരോഗ്യമന്ത്രി, കാരണം വഴി കൂടെ കാറ്റടിക്കുമ്പോൾ പോലും പെടലി ഉളുക്ക് വീഴുന്ന ഒരു ആരോഗ്യമന്ത്രി, അതേപോലെ സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രി, ഇങ്ങനെ നീളുകയാണ് മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ട്രോൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിന് മില്യൺസ് ഓഫ് വ്യൂസ് കൊണ്ട് ലൈക്കുകളൊക്കെ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ട്രോൾ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു മന്ത്രിസഭയായി മാറിപ്പോകുന്ന ഒരു രീതി. എത്രയധികം പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കണ്ണാടി വാങ്ങിയ ഫണ്ട്, അതൊക്കെ അന്ന് ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് ആരും അതിനെപ്പറ്റി സംസാരിച്ചില്ല. അതിനുശേഷം വലിയ വലിയ കൊള്ളകൾ പുറത്തേക്ക് വരുന്നത് കൊണ്ടായിരിക്കാം പാർട്ടി ചെറിയ ചെറിയ കൊള്ളകളെ പറ്റിയിട്ടുള്ളത് മറന്നു പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ദൂർത്തടിക്കുന്ന മന്ത്രിസഭ, ഒരു പ്രയോജനവുമില്ലാതെ നമ്മുടെ കാശെടുത്ത് ഇവർക്ക് അത് അങ്ങനെ ഒരു ടാഗ് ചെയ്യപ്പെട്ടു സർക്കാർ എന്ന് പറയുന്നത്. ഉപയോഗിക്കുക. അതെ, കൃത്യമായി ഇത്രയധികം അധപ്പതിച്ചു പോവാ. ഈ പൈസ കൊടുത്ത കണികളെ കൊണ്ടുവരുന്ന രീതി നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ രീതിയിലേക്കാണ് സർക്കാർ പലപ്പോഴും പോകുന്നത്. കാരണം ഇവരുടെയൊക്കെ സൈബർ ഇടങ്ങളിൽ നമ്മൾ ചേട്ടൻ കേട്ടിട്ടുണ്ട് ഈ പൈസ കൊടുത്ത് കമന്റ് ഇടുന്ന രീതി. ഈ ഒരു രീതിയിലേക്കൊക്കെ അധപ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത് ഇവരുടേതായിട്ടുള്ള ഒരു PR വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് അണികളോട് എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇത് പോയി ഷെയർ ചെയ്യണം, കമന്റ് ഇടണം. കമന്റ് ഒക്കെ പറഞ്ഞൊക്കെ കൊടുക്കും ചിലർ. ഇതാണ് നമ്മൾ ഇടേണ്ടത്. ജനപ്രിയ നായകൻ എന്നൊക്കെ പറയുന്ന പോലെ ജനപ്രിയ സഖാവ്, ജനപ്രിയ പദ്ധതികൾ, ഇത്രയും അതും ഈ റെപ്പറ്റീഷൻ ആയിട്ടൊക്കെ കമന്റുകളൊക്കെ വരുന്ന സമയത്ത് കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ ഒന്നെങ്കിൽ ഫേക്ക് അക്കൗണ്ടുകളായിരിക്കും. നിങ്ങളുടെ തന്നെ 10-20 അക്കൗണ്ടുകളിൽ നിന്ന് ഒരേ ആൾക്കാരിരുന്ന് ഇട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുകയാണ് മില്യൺസ് ഓഫ് ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന്. ഇതിന്റെയൊക്കെ ടെക്നിക്കുകളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും സുലഭമായി അറിയാവുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ നിങ്ങൾ ഈ ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് ഓരോ പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന പലവിധ സമരങ്ങളെ പറ്റിയിട്ടാണ്. ആശാ വർക്കർമാരുടെ സമരം, അതേപോലെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം, അതേപോലെ ഇപ്പൊ നേഴ്സന്മാരുടെ സമരം, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നിങ്ങളുടെ ഈ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത്, പുരുഷന്മാർന്ന് നിങ്ങൾ തന്നെ മുദ്ര കുത്തുന്ന ആൾക്കാർ പറഞ്ഞു വെക്കുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാതാവ് പോലും സഹിക്കില്ല. നമ്മളെ പ്രസവിച്ച നമ്മുടെ സ്വന്തം അമ്മ പോലും സഹിക്കാത്ത അത്രയധികം വാക്കുകളാണ് പറയുന്നത്. ഏതോ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ പിഴവ് മൂലം ഒരു അമ്മയുടെ വയറ്റിൽ കത്രിക, അവര് പിന്നെ ഒന്ന് പ്രതികരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വിഴുങ്ങിയതൊന്നും അല്ല എന്തായാലും എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഈ നമ്മുടെ മുറിവിൽ ഈ മുളകുപൊടി വിതറുന്ന രീതിയിൽ, ഉപ്പ് വിതറുന്ന രീതിയിലുള്ള സംസാരം, ഇത്ര സംസാരിക്കുന്ന ആൾക്കാർ എത്ര കാലം ജനങ്ങൾ നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കും, എത്ര നാൾ നമ്മൾ ചുമക്കുമെന്നാണ് ഈ സർക്കാർ പറയുന്നത്. ഇതേ വിരോധം തന്നെയാണ് നിങ്ങളുടെ പാർട്ടിക്കുള്ള പ്രവർത്തകർക്ക് ഉണ്ടായത്. പ്രവർത്തകർ മടുത്തുപോയി. പ്രവർത്തകർക്ക് മടുക്കണ്ടെന്നുണ്ടെങ്കിൽ അവര് നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എങ്ങനെയാണ് സഖാക്കൾ എത്തപ്പെടുന്നത്? അവർ എന്തൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ആശയങ്ങൾ കണ്ട് പഠിച്ചും കേട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിനു മുൻപുണ്ടായിരുന്ന പ്രവർത്തകരെയൊക്കെ ചിന്തിച്ച് അവരെന്തിനു വേണ്ടിയിട്ടായിരുന്നു സമര പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങിയതെന്നുള്ള ഓരോ കാര്യം കൊണ്ടും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടാണ് ഓരോ ആൾക്കാരും, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി മുതൽ കുട്ടി സഖാവാകുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ആ പറഞ്ഞു പഠിപ്പിച്ച ഈ ആശയങ്ങൾ നിങ്ങൾ തന്നെ മറന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തകർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റും? നിങ്ങളുടെ തോൽവിയുടെ കാരണം നിങ്ങൾ തന്നെയാണ്. അതിന് നമ്മൾ പറഞ്ഞു വന്ന സംഘടനാ പ്രശ്നത്തിലേക്ക് തന്നെ നമുക്ക് പോകാം, അല്ലെ? സംഘടനാ പ്രശ്നത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. ഈ പറയുന്ന രീതിയിൽ സംഘടനയിലെ പ്രശ്നം ആദ്യം തീർക്കാതെ, ഈ സംഘടനയിലെ പ്രശ്നം കൊണ്ട് നിങ്ങൾ തോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിങ്ങൾ 8 നിലയിൽ പൊട്ടുമ്പോഴാണ് സംഘടനാ പ്രശ്നം എത്രത്തോളം തലശ്ശേരിയിൽ, കണ്ണൂർ, കാസർഗോഡ്, പയ്യന്നൂര് ഒക്കെ ഇത് ഈ പറയുന്ന പോലെ ആന്റി ഇൻകംബൻസിയും ഇത്തരത്തിൽ സംഘടനയ്ക്കകത്തുള്ള ഈ പ്രശ്നങ്ങളും കോൺഗ്രസിന് ഒരു വേള ഏറ്റവും നല്ലൊരു അവസരമാണ് കോൺഗ്രസിന് ഉണ്ടാകുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ഈ കാണുന്ന ഐക്യം, ഈ കാണുന്ന രീതിയിൽ തീർച്ചയായും അവർ പോകും. അങ്ങനെ പോകുമ്പോൾ ഈ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ പ്രതിപക്ഷത്ത് വേണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല അനുയോജ്യമായ പാർട്ടി ഭരണപക്ഷം മാറുകയാണെങ്കിൽ തന്നെ നിങ്ങൾ പ്രതിപക്ഷത്ത് വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടുന്ന് മാഞ്ഞു പോകണമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. BJP പ്രതിപക്ഷത്ത് വരണമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. നിങ്ങൾ ഭരണമാറ്റം സംഭവിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതിപക്ഷത്ത് വേണം. നിങ്ങളൊരു നല്ല പ്രതിപക്ഷം തന്നെ ആയിരിക്കും. ആ സമയത്തും ഇത്തരം വിത്തൽ കണ്ണികളെയും അല്ലെങ്കിൽ ഇത്തരം ആദർശത്തെ വിറ്റ് തിന്നുന്ന ആൾക്കാരെയും നിങ്ങൾ എന്ന് അടിച്ചു പുറത്താക്കുന്നു, അന്നായിരിക്കും യഥാർത്ഥ കമ്മ്യൂണിസം ഇവിടെ വീണ്ടും നിലനിൽക്കുന്നത്.